ഹലോ അസ്സലാമലൈക്കും. എവിടെ എല്ലാവരും പോരീട്ടാ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും? എല്ലായിടത്തും ഇങ്ങനെയുണ്ട്. ഇവിടെ മഴയുണ്ട്, വെയിലുണ്ട്, തണുപ്പുണ്ട്, ചൂടുണ്ട്, അങ്ങനത്തെ ഒരു കാലാവസ്ഥയാണ് കേട്ടാ. അപ്പോൾ ഇന്ന് നമ്മളൊരു മട്ടൻ കറി ഉണ്ടാക്കാൻ പോവുകയാണ്. അപ്പോൾ അത് പുറത്ത് വെച്ചിട്ടാണ് നമ്മളിന്ന് കുക്ക് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട നിങ്ങളെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അപ്പം നമ്മൾ മുറ്റത്തൊക്കെ ഇങ്ങനെ വെച്ചിട്ടാണ്ടൊക്കെ കുക്ക് ചെയ്യുമ്പോൾ നല്ലൊരു രസമാണ് അല്ലേ, ടേസ്റ്റും കൂടെ ഉണ്ടാവും. അപ്പോൾ ഇതാ ഞാൻ ചട്ടി വെച്ചുകൊണ്ട് ഇതാ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പൊടിയാക്കി നുറുക്കിയതാണ് കേട്ടോ, അതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊന്ന് നല്ലൊന്ന് മൂപ്പിച്ചെടുക്കണേ. മൺചട്ടിയിലൊക്കെ വെക്കുമ്പോൾ പറഞ്ഞാൽ നല്ലൊരു ടേസ്റ്റും നല്ലൊരു രസമാണ് കേട്ടോ. അപ്പോൾ നമ്മളത് കുറുമാക്കിയിട്ടാണ് വെക്കണത് കേട്ടോ. അപ്പോൾ അതാ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുത്ത് അപ്പോൾ നല്ലൊന്ന് മൂപ്പിച്ച് നല്ലൊന്ന് മാടി വരുന്നത്. ഏത് കറിക്കും നമ്മൾ ഉള്ളി വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ നല്ലോണം പച്ചച്ചോയ മാറി വരണം, അപ്പോഴാണ് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതാ ചെറുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത്, നീളത്തിൽ എരിഞ്ഞതാണ്. ചെറുള്ളി നമ്മൾ എത്ര തോനിട്ടാലും അത് നല്ലതല്ലേ. അപ്പോൾ ഇതിലേക്ക് ഇതാ കുറച്ച് കല്ലുപ്പാണ് ഇട്ട് കൊടുക്കണത് കേട്ടോ. ലേശം ഇട്ട് കൊടുത്താൽ പിന്നെ നമുക്ക് പാകത്തിന് പിന്നെ മറ്റേ സാൾട്ട് ഇട്ട് കൊടുക്കാൻ വെച്ചിട്ടാണ്. അത് നല്ല വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഇതാ 2 ചെറിയ തക്കാളിയാണ് എടുത്തുള്ള പൊടിയാക്കി നോക്കിയത്. ഇത് തക്കാളി വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. നമുക്ക് തക്കാളി വേണമെന്നില്ല, എന്നാലും തക്കാളി ഞാൻ ഇട്ടതാണ്. ഇപ്പോൾ തക്കാളി ഇടാതെയാണ് അടച്ചൊക്കെ വെക്കുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ കല്ലുപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ എന്താണ്, ഉള്ളി തക്കാളിയൊക്കെ നല്ല വാടി കിട്ടും. ഇത് മട്ടനാണ് കേട്ടോ, ആട്ടിറച്ചിയാണത്. അപ്പോൾ 1 കിലോ ആട്ടിറച്ചിയാണത്. ഇന്നിപ്പോൾ ഇതാണ് കറി. അപ്പോൾ ഇതിലേക്ക് ഇതാ നമ്മൾ കുരുമുളകും നല്ലീരും പൊടിച്ചതാണ്, പിന്നെ മല്ലിപ്പൊടി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ, ഇതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഓരോന്നും ഇടുമ്പോൾ എന്തായാലും ഈ മസാലയും കിടന്നിട്ട് ഈ ഉള്ളിയിൽ നല്ല വഴറ്റിയെടുക്കുമ്പോൾ അതിൻ്റെ ആ പച്ചമുളകൊക്കെ മാറി കിട്ടും. അപ്പോൾ ഏത് മസാലയും നമ്മൾ ഉള്ളിയിലിട്ടിട്ട് തന്നെ നല്ല വഴറ്റിയെടുക്കണം. നമ്മൾ ഇറച്ചിയൊക്കെ ഇട്ടുകൊണ്ട് ഇങ്ങനെ വഴറ്റുമ്പോൾ എന്താണ്, അതിൻ്റെ ആ മസാലേൻ്റെ ആ പച്ചമണം മാറില്ല, പിന്നെ ഒരു ടേസ്റ്റ് കുറവായിക്കാരം. ഇങ്ങനെ ഇതിലിട്ടിട്ട് തന്നെ നമ്മൾ എല്ലാ പൊടികളും നല്ല ഒന്നാണ്ട് മൂപ്പിച്ചെടുക്കണം കേട്ടോ, അപ്പോഴാണ് ഏത് കറിക്കും ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. ഇത് ഞാനിതാ കുറച്ച് തുള്ളി വെള്ളം ചുവറ്റി വെച്ചിട്ടുണ്ട്. ഇതിൽ കിടന്നിട്ട് ഈ മസാല ഒന്ന് വെന്ത് കിട്ടിയാൽ മതി, ഇത്രയേ ഉള്ളൂ കേട്ടോ. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നമുക്ക് ഇങ്ങനെ മട്ടൻ കറിയൊക്കെ. നല്ല ടേസ്റ്റ് ആയിക്കാരം ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ. മസാലയാണ് നമുക്ക് മെയിനായിട്ട് നന്നാവേണ്ടത്, മൂത്ത് വരണം. അപ്പോൾ ഏത് കറി നമ്മൾ മസാല ഇങ്ങനെ മൂപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കറിക്ക്. ഈ ബീഫാകട്ടെ ചിക്കനാകട്ടെ എല്ലാ കറിക്കും ഇങ്ങനെ ഉണ്ടാക്കി നോക്കേണ്ടി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അത് നല്ല മൂത്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ ഇറച്ചിട്ട് കൊടുക്കുന്നുണ്ട്. ഇറച്ചി ദീനേനെ നല്ല വെള്ളം ഇങ്ങനെ ഊറി വരും കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കരുത്. ഇങ്ങനെ ഈ ഇറച്ചി ഇങ്ങനെ മസാല ആക്കിയിട്ട് വേണം നമ്മളിങ്ങനെ വെക്കുന്നത്. ഇനി ചിക്കനാണെങ്കിലും ബീഫാണെങ്കിലും ഇങ്ങനെ വെച്ച് നോക്കേണ്ടി, നല്ല ടേസ്റ്റ് ഉണ്ടാവും കറി. മൺചട്ടിയിലാകുമ്പോൾ എന്താണ് പെട്ടെന്ന് തള വരും കേട്ടോ. അപ്പോൾ ഇതൊന്ന് നമ്മൾ ഇളക്കി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കണേ, ഇത്രയേ ഉള്ളൂ കേട്ടോ. ആ തള വരുമ്പോൾ ഒന്ന് തുറന്ന് നമ്മൾ മൂടി കൊടുക്കുക ഇളക്കിയിട്ട്.
നല്ലൊരു മഴ പെയ്തു നിന്നു ഇപ്പോട്ടെ. ഇതാ ബക്കറ്റൊക്കെ നിറഞ്ഞു പോയി വെള്ളം. നല്ല മഴയുന്നു ഇപ്പോൾ. ചെടികൾക്കൊക്കെ ഒരു ആശ്വാസമാണ് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഓരോരോ മഴ ഇങ്ങനെ കിട്ടുമ്പോൾ. നനക്കേണ്ട ആവശ്യമില്ല. ഇതാ നമ്മളെ കറിയൊക്കെ ഇതാ വെള്ളം വറ്റി വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൽ നമ്മൾ വെള്ളം ഒഴിച്ചില്ല, ഇറച്ചിത്തെ വെള്ളമാണ്. ഇനി ഇതിങ്ങനെ ഈ ചട്ടിയിൽ ഇരുന്നിട്ട് തന്നെ നല്ല വറ്റി വരും കേട്ടോ. അപ്പോൾ ഇതൊക്കെ നല്ല വെന്ത് സെറ്റായിട്ടുണ്ട്. നല്ല ടേസ്റ്റിയായ ഒരു മട്ടൻ കറിയാണിത്. അപ്പോൾ ഏത് കറീൻ്റെ മേലെ നമ്മൾ ചിക്കനോ ബീഫോ വെക്കുമ്പോൾ ഇതുപോലെ ലാസ്റ്റ് മല്ലിച്ചപ്പും കുറച്ച് കരിവേപ്പിൻ്റെ എല്ലാം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നല്ല ഒരു മണവും ടേസ്റ്റും കിട്ടും ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ ഇതാ നമ്മളെ മട്ടൻ കറി നല്ല അടിപൊളിയായി വെന്ത് ഇതാ വെള്ളമൊക്കെ വറ്റി നല്ല മണവും നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കി നോക്കോണ്ടി. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ ഈ ചപ്പാത്തിക്കോ പത്തിരിക്കോ കടിക്ക് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമ്മളിങ്ങനെ ഉണ്ടാക്കിയാൽ കഴിക്കാൻ പറ്റും കേട്ടോ. നല്ല ടേസ്റ്റാണിത്. ഇതിന് വേറെ കൂട്ടാനോ കറിയോ ഒന്നും വേണ്ട, സൈഡായിട്ട് നമുക്ക് കഴിക്കാനും പറ്റും കേട്ടോ. അപ്പം നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ ഒരു കറി ഉണ്ടാക്കി നോക്കൊണ്ടിട്ടാ. അത്രക്കൊരു ടേസ്റ്റായ ഒരു കറിയാണ്. ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കൊണ്ടിട്ടാ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒന്ന് ചെയ്യണേ. നിങ്ങളിതുപോലെ ഉണ്ടാക്കിയിട്ടൊന്ന് കമൻ്റ് അറിയിക്കണം കേട്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും അസ്സലാമു അലൈക്കും.